So basically in this video നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ടിൻഡൽ ഇഫക്റ്റ് ആൻഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. സോ അത് പറയുന്നതിന് മുന്നേ എന്താണ് ഈ ടിൻഡൽ ഇഫക്റ്റ് ആൻഡ് ബ്രൗണിയൻ മൂവ്മെന്റ്? ദീസ് ടു ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. ബേസിക്കലി നാല് പ്രോപ്പർട്ടീസ് ആണ് കൊളോയിഡ്സിന് എടുത്തു പറയാനത്രേ ഉള്ളത്. ടിൻഡൽ ഇഫക്റ്റ് അതൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, ബ്രൗണിയൻ മൂവ്മെന്റ് അതൊരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്, ദെൻ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദെൻ ഇലക്ട്രോ ഓസ്മോസിസ്. ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് നാല് പ്രോപ്പർട്ടീസ് ആണ്, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് കൊളോയിഡ്സിനുള്ളത്. സോ നമുക്ക് ആദ്യം ടിൻഡൽ ഇഫക്റ്റ് നോക്കാം. ടിൻഡൽ ഇഫക്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കനോപ്പീസ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഒരു ഫോറസ്റ്റ് ആണ്. കനോപ്പീസ് വെച്ച് ഫിൽ ആയിട്ടുള്ള ഫോറസ്റ്റിൽ കൂടെ സൺറൈസ് പോകുന്ന അല്ലെങ്കിൽ സൂര്യൻ ലൈറ്റ് പോകുന്നത്, അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇന്റൻസ് കൺവേർജിങ് ബീം ഓഫ് ലൈറ്റ് ഇസ് പാസ് ത്രൂ കൊളോയിഡൽ സൊല്യൂഷൻ kept in dark, path of beam get illuminated with a bluish light. ടിൻഡൽ ഇഫക്റ്റ് അതായത് അത് തന്നെയാണ് ടിൻഡൽ ഇഫക്റ്റ്. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ കൂടെ ഒരു ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്താണ്, പാസ് ചെയ്ത ബീം നമുക്ക് കിട്ടും. ഈ ബീം പാസ് ചെയ്യേണ്ട റീസൺ എന്ന് പറയുന്നത് അതിൽ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് ആ ഒരു എന്താ പറയുക, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ അല്ല, ഒരു പിക്ടോറിക്കൽ ഡയഗ്രാം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഇവിടെ ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് ലൈറ്റ് സോഴ്സ് ഒരു സൊല്യൂഷനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പിക്ചറാണ് കിട്ടുന്നത്. സോ അതാണ് ടിൻഡൽ ഇഫക്റ്റ് പറയുന്നത്. ഇത് ഡിസ്കവർ ചെയ്തത് ടിൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇൻ ദി ഇയർ 1869. സോ എന്തുകൊണ്ടാണ് ടിൻഡൽ ഇഫക്റ്റ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തൊക്കെയാണ് റീസൺസ് എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഇങ്ങനെ ഒരു ടിൻഡൽ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ്. ട്രൂ സൊല്യൂഷൻസ് ഇത് എക്സിബിറ്റ് ചെയ്യത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പാർട്ടിക്കിൾ സൈസ് തീരെ ചെറുതാണ്. ഇങ്ങനെ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിക്കേണ്ട പാർട്ടിക്കിൾ സൈസ് ഇല്ലാത്തത് കൊണ്ട് ട്രൂ സൊല്യൂഷൻ ടിൻഡൽ ഇഫക്റ്റ് കാണിക്കത്തില്ല. പിന്നെ ഈ ടിൻഡൽ ഇഫക്റ്റ് നമുക്ക് അൾട്രാ മൈക്രോസ്കോപ്പിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ടിൻഡൽ ഇഫക്റ്റ് വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രൂ സൊല്യൂഷനെയും ഒരു കൊളോയിഡൽ സൊല്യൂഷനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് ടിൻഡൽ ഇഫക്റ്റ് വെച്ച് പറ്റും. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ടിൻഡൽ ഇഫക്റ്റിന്റെ. സോ അത്രേ ഉള്ളൂ. ടിൻഡൽ ഇഫക്റ്റ് ഭയങ്കര സംഭവമൊന്നുമല്ല, അതൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. കൊളോയിഡൽ സൊല്യൂഷന്റെ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. Now, second one is Brownian movement. Brownian movement എന്ന് പറയുമ്പോൾ when a colloidal solution is viewed under microscope, colloidal particles are seen continuously moving in a zigzag path. അതായത് നമ്മൾ ഒരു ബൊട്ടാനിസ്റ്റ് ഉണ്ട്, റോബർട്ട് ബ്രൗണിയൻ എന്നാണ് പേര്. അയാള് ഈ നമ്മുടെ പോളൻ ഗ്രീൻസിനെ വാട്ടറിൽ ഇട്ട സമയത്ത് പോളൻ ഗ്രീൻസ് ആ വാട്ടറിൽ കിടന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അത് മൂവ് ചെയ്യുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്, സിക്സാക് മാനറിലാണ്. സോ അതിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എന്താണ് ഒരു അൾട്രാ മൈക്രോസ്കോപ്പിൽ കൂടെ വ്യൂ ചെയ്ത സമയത്ത് കൊളോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് സിക്സാക് മാനറിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. നൗ ദിസ് മൂവ്മെന്റ് imparts momentum. അത് ഇൻഡയറക്ട്ലി പറയുന്നതാണ്. ഡീറ്റെയിൽ റീസൺ ഉണ്ട്. ഈ കണ്ടിന്യൂസ് മൂവ്മെന്റ് കാരണം ഡ്യൂ ടു അൺഈക്വൽ ബോംബാർഡ്മെന്റ്സ് ഓഫ് മൂവിംഗ് മോളിക്യൂൾസ് ഓഫ് ഡിസ്പെർഷൻ മീഡിയം ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ്, ദിസ് കണ്ടിന്യൂസ് മൂവ്മെന്റ് കാരണം എക്സാക്ട്ലി കണ്ടിന്യൂസ്ലി മൂവ്. ഈ ബ്രൗണിയൻ മൂവ്മെന്റിന്റെ ഡെഫിനിഷൻ ഇൻ ഡീപ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടിന്യൂസ്ലി സിക്സാക് മൂവ്മെന്റ് ആണ്. സോ കണ്ടിന്യൂസ്ലി മൂവ്മെന്റ് അതായത് ഇൻ ഓൾ ഡിറക്ഷൻസ്. സിക്സാക് എന്ന് പറയുമ്പോൾ ഓൾ ഡിറക്ഷനിൽ വരത്തില്ല, മൂവ് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു മൊമെന്റ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് പ്ലേസ് an important role in exhibiting stability of soles because it possesses gravitational force acting on colloidal particles and prevents them from settling down. ഒരു സസ്പെൻഷനും കൊളോയിഡ്സും തമ്മിലുള്ള വ്യത്യാസം തന്നെ, സസ്പെൻഷനിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു സംഭവം കൊളോയിഡൽ സൊല്യൂഷനിൽ പോസിബിൾ അല്ല. കൊളോയിഡൽ സൊല്യൂഷനിൽ അവിടെ പാർട്ടിക്കിൾസ് ഒരിക്കലും സെറ്റിൽ ആവുന്നില്ല. ഓക്കെ, സെറ്റിൽ ആവാത്തതിൻ്റെ റീസണും ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. കാരണം ബ്രൗണിയൻ മൂവ്മെന്റ് വരുന്നത് കൊണ്ടാണ്, സെറ്റിൽ ആവാത്തതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിൾ ആയിരിക്കും അല്ലെ, സോൾസ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കും. സോ ദിസ് സ്റ്റെബിലിറ്റി ഈസ് ഡ്യൂ ടു
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഈ സിഗ്സാഗ് മൂവ്മെന്റ് കാരണം അല്ലെങ്കിൽ ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കാരണമാണ് അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്ത് നമ്മുടെ ഈ ബ്രൗണിയൻ മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ട് തന്നെ സെറ്റിലിംഗ് ഡൗൺ എന്ന് പറയുന്ന സംഭവം കൊളോയിഡൽ സൊല്യൂഷൻ ഇല്ല. സെറ്റിൽ ആവാത്തതുകൊണ്ട് തന്നെ ഇവര് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, യെസ്. എങ്ങനെ നമുക്ക് ബ്രൗണിയൻ മൂവ്മെന്റിനെ കുറയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സൈസ് ഇൻക്രീസ് ചെയ്ത് ബ്രൗണിയൻ മൂവ്മെന്റിനെ കുറയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ, സസ്പെൻഷൻ ഡു നോട്ട് പോസസ് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് അവിടെ ഈ ഒരു മൂവ്മെന്റ് പോസിബിൾ അല്ല. കാരണം സൈസ് വലുതാണ്. സൈസ് വലുതാവുന്നതുകൊണ്ട് തന്നെ സെറ്റിലിംഗ് ഈ ബ്രൗണിയൻ മൂവ്മെന്റ് ഇല്ലാത്ത തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ആവും. അപ്പം എന്താണ്, ഇതൊന്നും നടക്കത്തില്ല. ബ്രൗണിയൻ മൂവ്മെന്റ് ആണ് പാർട്ടിക്കിൾ സെറ്റിൽ ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് റീസൺ വരുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. സസ്പെൻഷനിൽ ബ്രൗണിയൻ മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ സെറ്റിലിംഗ് ഡൗൺ ഒക്കെ നടക്കും. നമുക്ക് എങ്ങനെ ബ്രൗണിയൻ മൂവ്മെന്റ് ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ബ്രൗണിയൻ മൂവ്മെന്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാന്ന് ചോദിച്ചാൽ നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് ഇൻക്രീസ് ചെയ്താൽ മതി. സോ ഇൻ ദിസ് 2 വീഡിയോ നമ്മൾ 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് കൊളോയിഡ്സ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ടിൻഡൽ ഇഫക്റ്റും, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബ്രൗണിയൻ മൂവ്മെന്റ്. നെക്സ്റ്റ് കമ്മിങ് വീഡിയോയിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഇലക്ട്രോ ഓസ്മോസിസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും.